മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബില് പഠനാത്മകമായ ക്ലാസുകളും പൊതുവില് നടത്തിയിരിക്കുന്ന പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ വിലയിരുത്തലുകളുമെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം, അതായത് ജൂൺ മാസം 3-ാം തീയതി 2012 വൈകുന്നേരം യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 13 ലക്ഷം ജനങ്ങള് ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, കഴിയുന്നത്രയും ജനങ്ങളിലേക്ക് യൂട്യൂബില് ഇപ്രകാരമുള്ള പഠനാത്മകമായ ക്ലാസുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. ഈ ഭാരതീയ പൈതൃകത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരും പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ളവരും പുച്ഛിക്കാനും എതിർക്കാനും തിരസ്കരിക്കാനും ആഗ്രഹമുള്ളവരും എല്ലാവരും ഇത് കേൾക്കണം, പഠിക്കണം. ഭാരതീയ പൈതൃകം ഹിന്ദുക്കളുടെ മാത്രം അവകാശമല്ല. ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാവരുടെയും അവകാശമാണ്, അവരുടെയും പൈതൃകമാണ്. എനിക്ക് എന്റെ അമ്മയോട് ബഹുമാനമില്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇതെന്റെ അമ്മയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുപോലെ എല്ലാവരുടെയും പൈതൃകമായിട്ടുള്ളത് എല്ലാവരും കേൾക്കണം, അറിയണം, സാധിക്കുമെങ്കിൽ പഠിക്കണം. വിലയിരുത്തിയതിനു ശേഷം നിഷേധിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ധാരാളം വ്യക്തികൾ പറയുന്നത് കേട്ടു, വേദത്തില് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നിരന്തരം പറയുന്നതെന്ന്. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു എന്ന് പറയുന്ന യേശുക്രിസ്തു 6000, 7000, 8000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വേദത്തിൽ ഉണ്ടാവുമെന്ന് ധരിക്കുന്നുണ്ടോ? അതേപോലെ 1300 വർഷങ്ങൾക്കുണ്ടായ മുഹമ്മദ് നബിയും അള്ളാഹു എന്ന വാക്കും 6000, 7000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വേദങ്ങളിലുണ്ടെന്ന് പറയുന്നതും കുറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും അറിവില്ലായ്മ കൊണ്ടാണ്. എന്തും പഠിക്കാനും പഠിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ തെറ്റായിട്ടുള്ളത് പഠിപ്പിക്കാനും തെറ്റായിട്ടുള്ളത് ഏറ്റുപറയാനും എല്ലാവരും തുടങ്ങിയാൽ അത് ധർമ്മബോധത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കുറേ ജനറൽ വിഷയങ്ങളില് ക്ലാസുകൾ എടുത്ത് പൊതുപ്രഭാഷണം നടത്തിയതെടുത്ത് വിലയിരുത്തലുകൾ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വേദങ്ങളെ കുറിച്ച് ഗഹനമായിട്ടുള്ള വിവരണങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിരുന്നു. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെ കുറിച്ച് കൊടുത്തിരുന്നു. അതിനുശേഷം ആരണ്യക ഗ്രന്ഥങ്ങൾ എന്താണെന്ന്, 108 ഉപനിഷത്തുക്കളില് വെറുതെ ഉപരിപ്ലവമായിട്ടാണെങ്കിലും കുറെ വിവരണങ്ങൾ നൽകിയിട്ട് നിങ്ങളോട് ഉപനിഷത്തുകൾ പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേദമന്ത്രങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്നല്ല. വേദം പഠിച്ചവനാണ് ബ്രാഹ്മണനായി തീരുന്നത്. ഏത് ജാതിയിലും മതത്തിലും ഇസത്തിലും പെട്ടവനും വേദമന്ത്രം പഠിക്കാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് എളുപ്പമുള്ള കാര്യമല്ല? അത് ശിക്ഷാഗ്രന്ഥങ്ങളില് വിവരിക്കുന്നുണ്ട്. ഓരോ അക്ഷരവും ഓരോ വാക്കും ഓരോ വരിയും എത്ര കഠിനമായിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്ന വേദാംഗങ്ങളിൽ 1-ാമത്തെ വേദാംഗമാണ് ശിക്ഷാഗ്രന്ഥങ്ങൾ. പിന്നെ സംസ്കൃത പദങ്ങൾ വേദത്തിലുള്ളത് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അതിന്റെ റൂട്ട് എന്താണ്, ഫോണറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പദങ്ങളുടെ ഉത്ഭവം അതെല്ലാം നേരത്തെ വിവരിക്കേണ്ടത് നിരുക്തം എന്ന ഗ്രന്ഥത്തിലുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിവരിച്ചത് വ്യാകരണം, ഗ്രാമറിനെ കുറിച്ചിട്ടാണ്. വേദമന്ത്രങ്ങള് വളരെ കഠിനമായ ഗ്രാമർ നിയമങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പദപ്രയോഗം വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് പ്രോസോഡി അഥവാ ഛന്ദശാസ്ത്രം. വേദമന്ത്രങ്ങളില് ഓരോ മന്ത്രവും എഴുതിയിരിക്കുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ഉള്ള അക്ഷരങ്ങൾ കൊണ്ടാണ്. വളരെ വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയധികം മന്ത്രങ്ങളുണ്ട്. 11,500 പരം മന്ത്രങ്ങൾ, ഋക്കുകള് ഋഗ്വേദത്തിലുണ്ട്.
64 അധ്യായങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. അതിന് 8 അധ്യായങ്ങൾ വീതം ചേർത്തിട്ടുള്ള 8 അഷ്ടകങ്ങളാക്കിയിട്ടുണ്ട്. അതേപോലെ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെല്ലാം കൂടി ചേർത്ത് 10 മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഋഗ്വേദത്തില് ഓരോ മന്ത്രമെടുത്താലും അതില് ഒരു വരിയുടെ ഒരു സ്റ്റാൻസയിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കിയാൽ ചിലതില് 20 അക്ഷരം ഉണ്ടാവും, ചിലതിൽ 24, 28, 32, 36, 40, 44, 48, 52, 56 വീതം അക്ഷരമുള്ള അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള മന്ത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ അക്ഷരങ്ങള് ഘനാക്ഷരം, ഘനമല്ലാത്ത അക്ഷരം, അർദ്ധാക്ഷരം, സന്ധി തുടങ്ങിയ എല്ലാം വളരെ വ്യക്തമായിട്ടാണ്. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് 24 അക്ഷരമാണ്. അതുകൊണ്ട് ആ അപ്രകാരം 24 അക്ഷരങ്ങളുള്ള എല്ലാ മന്ത്രങ്ങളെയും ഗായത്രി ഛന്ദസ് എന്നാ പറയാം. 48 അക്ഷരങ്ങളുണ്ട്, പങ്ക്തി ഛന്ദസ് ആണ്. ബൃഹദി ഛന്ദസ്, അതിബൃഹദി ഛന്ദസ്, ജഗതി ഛന്ദസ്, ഉഷ്ണിക് ഛന്ദസ്, തൃഷ്ടുപ് ഛന്ദസ്, എല്ലാത്തിനും ഓരോ പേരുണ്ട്. വൃത്ത നിയമങ്ങൾ അനുസരിച്ച് മലയാളത്തിലും ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഇപ്രകാരം ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിലാണ് കവിതാ രചന നടത്താറുള്ളത്. ഇപ്പോ ഓമന തിങ്കൾ കിനാവോ, നല്ല കോമള താമര പൂവോ എന്നുള്ളതിന് ഒരു ഛന്ദസ്സുണ്ട്. ആ ഛന്ദസ്സിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഛന്ദസ്സാണ് ലക്ഷം മാനുഷർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ, ഉടലതി രമ്യമൊരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണൻ ആയത് ദോഷം. അക്ഷരങ്ങളുടെ വ്യത്യാസമുണ്ട്. ഹാ പുഷ്പമേ നീ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കെ ഈ ഭൂവില സ്ഥിര സംശയം ഇന്നു നിന്റെ ആ ഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ അത് തന്നെ. വെളുക്കുമ്പോൾ കുളിക്കണം, വെളുപ്പുള്ളതൊടുക്കണം, വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം. ഇതെല്ലാം വൃത്ത നിയമങ്ങളുടെ അടുത്ത് വരുന്നതാണ്. മലയാളത്തിലെ വൃത്ത നിയമങ്ങൾ എനിക്ക് വളരെ ഗഹനമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ആ ഛന്ദശാസ്ത്രം എന്ന ഗ്രന്ഥം എഴുതിയത് പിങ്കളാചാര്യനാണ്. പിങ്കളാചാര്യനും ഏതാണ്ട് 2400 വർഷങ്ങൾക്ക് മുമ്പാണ് ഛന്ദശാസ്ത്രം എഴുതിയത്. ആ ഛന്ദശാസ്ത്രത്തിലെ ചെറിയ ചെറിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വേദമന്ത്രങ്ങളുടെ ഓരോ വരികളുടെയും വാക്കുകൾ സന്ധി ചേർത്ത് വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്വാധിഷ്ഠയാമധിഷ്ഠയാ ഭവസ്വസോമധാരായ ഇന്ദ്രായ പാദാവേ, ഇതിന്റെ നമ്പറല്ല. ആ കൃഷ്ണേന രജസാവർത്തമാനോ നിമേശയന്ന അമൃതം മർത്യം ചിരണ്യേന സവിതാരദേന ദേവോ യാതി ഭുവനാനി പശ്യൻ. അക്ഷരവ്യത്യാസം വളരെ നീളത്തിലുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സംഗച്ഛധ്വം സംവദധ്വം സർവോ മനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹ വിഷാജുഹോമി. അക്ഷരവ്യത്യാസമുണ്ട്. ഈ അക്ഷരവ്യത്യാസങ്ങളെല്ലാം 4ന്റെ മൾട്ടിപ്പിളായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു 20, 24, 28, 32 എന്നീ അക്ഷരസംഖ്യകൾ നമ്പറിൽ വരുമ്പോൾ അവയ്ക്കെല്ലാം ഒരു പേരുണ്ട്. ആ പേര്, ആ നിയമം, ആ വൃത്തത്തിൽ എഴുതുന്ന വരികളിൽ ഉണ്ടായിരിക്കേണ്ട അക്ഷരങ്ങള്, ഘനാക്ഷരങ്ങള്, ഘനമല്ലാത്ത അക്ഷരങ്ങള്, സന്ധികള്, ലോപങ്ങള്, ദീർഘങ്ങൾ, ചിലപ്പോക്കെ അപ്സ്വാന്തർനിഹീതസ്യുഹു എന്നൊക്കെ വന്ന് വരാറുണ്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രചേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം 10 ശ്രുതികളോട് ചേർത്തിട്ടാണ് വൃത്ത നിയമങ്ങളെല്ലാം എഴുതുന്നത്. ചില സമയത്തെല്ലാം ഒരക്ഷരം തന്നെ 3ആയിട്ട് മാറേണ്ടി വരും. ശ്രീനന്ദീതേന വശിഷം സോമമിന്ദ്രായ പാദാവേ അസ്യേതിന്ദ്രോമദേഷ്വാ വിശ്വാവൃത്രാണി ജിഗ്നദേ ശൂരോ മഹാജാമം ഹൃദയദ്രത്സമന്ദിത ആവതി ആയയോ ഓത്രിംശതം ധന ആ സഹസ്രാണി ദദത്മാഹേ. ഇങ്ങനെയുള്ള വരികളെല്ലാം ഞാൻ നിങ്ങളോട് ഇത്രയും ഗഹനമായിട്ട് പറയുന്നത്
വേദമന്ത്രങ്ങളൊക്കെ എഴുതിയത് അതിനിഷ്കർഷയോട് കൂടിയാണ്. അത് വളരെ കാഷ്വലി എഴുതിയതല്ല. ഒരു കവിക്ക് എന്തോ എഴുതണമെന്ന് തോന്നി അതെന്തോ എഴുതിയതല്ല. ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ അകക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും കണ്ട് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവൈദ്യന്മാര് അനാദികാലം മുമ്പ് മനുഷ്യർക്ക് അസാധ്യമാകുന്ന വിധത്തില് ഈ പ്രപഞ്ച ചൈതന്യത്തെ കഥകളും അനുഭവങ്ങളും ഒന്നുമില്ലാതെ, പാപവും പുണ്യവും ഒന്നും പറയാതെ, സ്വർഗവും നരകവും ഒന്നും വിവരിക്കാതെ മാനവരാശിക്ക് ഭൂമിയിൽ നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രകൃതിയെ ദേവതാരൂപത്തിലെടുത്ത് അവരെ സാക്ഷി നിർത്തിയിട്ട് അവര് വിവരിച്ച ആ മന്ത്രങ്ങൾ, എഴുതിയ മന്ത്രങ്ങൾ, രചിച്ച മന്ത്രങ്ങൾ, ആലപിച്ച മന്ത്രങ്ങൾ, അവയെ ക്രോഡീകരിച്ച് 4 വേദങ്ങളാക്കി കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ ആ മന്ത്രങ്ങൾ എഴുതിയതില് വളരെ കൃത്യമായിട്ടുള്ള ഛന്ദശാസ്ത്ര നിയമങ്ങള് പിംഗളാചാര്യൻ 2300-2400 വർഷങ്ങൾക്ക് മുൻപ് നൽകിയിട്ടുണ്ട്. മിക്കവാറും ഛന്ദശാസ്ത്രം 18 പുസ്തകം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ലഭ്യമായത് പിംഗളാചാര്യന്റെ പുസ്തകമാണെന്ന് തോന്നുന്നു. ഭാരതീയരാണ് പൂജ്യം കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആദ്യമായിട്ട് പൂജ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥം ഈ ഛന്ദശാസ്ത്രമാണ്. വളരെ രൂപേ ശൂന്യം, ശൂന്യം എന്ന് വളരെ ഗായത്രി ഛന്ദസ്സുമായിട്ട് ചേർത്ത് ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ ശൂന്യം ലഭിക്കുമെന്ന്, പൂജ്യം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഈ ഛന്ദശാസ്ത്രത്തിലാണ്. പിന്നെ പൂജ്യം വട്ടപൂജ്യമാക്കി എഴുതാൻ ഭാരതീയരെങ്ങനെയാ കണ്ടുപിടിച്ചറിയൂ? ശരിക്കും 14 ശ്രുതിയാണ് സാമവേദത്തിനുള്ളത്. ഈ കൈവിരലുകളില് 14 ജോയിന്റുകളാണുള്ളത്. അപ്പൊ ഈ ഓരോ ശ്രുതിയും സാമവേദം ചൊല്ലുന്നവർ ഈ ജോയിന്റുകളെ സ്പർശിച്ചുകൊണ്ടാ ചൊല്ലുക. ജോയിന്റുകളെ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടാ ചൊല്ലുക. 14ാമത്തെ ശ്രുതി ചൊല്ലുന്നത് ഈ 2 പോയിന്റുകളെ സ്പർശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ 14ാമത്തെ പൂർണ്ണതയിലെത്തുന്നത് 14ാമത്തെ ശ്രുതിയിലാണ്. ആ ശ്രുതി സാമവേദത്തിന്റെ ഗ്രന്ഥം നിങ്ങൾ നോക്കിയാൽ അറിയാം. അതിന്റെ ശ്രുതിയിലെ നമ്പർ അക്ഷരത്തിന്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ആ പൂർണ്ണതയിലെത്തുന്നത് ഈ 2 വിരലുകൾ ഒരുമിച്ച് ചേർത്ത ചിന്മുദ്ര എന്ന് പറയുന്ന മുദ്രയിലാണ്. ഇതിന്റെ രൂപം എടുത്ത് നോക്കിയാൽ അറിയാം. പൂജ്യം വട്ടപൂജ്യം എങ്ങനെയാ പൂർണ്ണതയിലെത്തുന്നതാണ് പൂജ്യം. പൂജ്യം എന്ന വാക്കിന്റെ അർത്ഥം പൂജനീയം, ആദരണീയം, പൂർണ്ണത നിറഞ്ഞത്, സമ്പുഷ്ടമായത്, സമൃദ്ധമായത്, അങ്ങനെയെല്ലാമുള്ള അർത്ഥമാണ് പൂജ്യത്തിനുള്ളത്. അത് ശരിക്കും പിംഗളാചാര്യന്റെ ഛന്ദശാസ്ത്രത്തിലേക്ക് നേരിട്ട് വരുന്നില്ല. പക്ഷെ ശൂന്യം എന്ന പദപ്രയോഗം ആദ്യം വരുന്നത് ഈ ഛന്ദശാസ്ത്രത്തിലാണ് എന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മൾ ഒറ്റ വരിയിൽ മനസ്സിലാക്കിയാൽ മതി. വേദമന്ത്രങ്ങൾ പഠിക്കാനുള്ള സർവ്വ നിയമങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ശിക്ഷാഗ്രന്ഥങ്ങളില്. വേദമന്ത്രങ്ങളിലെ പദങ്ങള് ഉത്ഭവിച്ചിരിക്കുന്നത് മുഴുവനും നിരുക്തത്തില്. വേദമന്ത്രങ്ങളിലുള്ള എല്ലാ ഗ്രാമർ നിയമങ്ങളും വിവരിക്കുന്നത് വ്യാകരണത്തില്. പാണിനിയുടെ വ്യാകരണം, യാസ്കാചാര്യന്റെ നിരുക്തം, ശൗനക മഹർഷിയുടെ ശിക്ഷാഗ്രന്ഥങ്ങള്, അത് കഴിഞ്ഞിട്ട് ഇന്ന് പറഞ്ഞ പിംഗളാചാര്യന്റെ ഛന്ദശാസ്ത്രം. അത് വേദമന്ത്രങ്ങളിലെ അക്ഷരങ്ങളുടെ ക്രമീകരണത്തിന്റെ നിയമങ്ങള് അതിഗഹനമായിട്ട്, ലളിതമായിട്ടൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഇനി ഈ ഛന്ദശാസ്ത്രം ഇപ്പൊ പഠിച്ചു കളയാമെന്ന് വിചാരിച്ചൊരു പുസ്തകം വാങ്ങിച്ചാൽ അതിനകത്ത് സംസ്കൃത അക്ഷരങ്ങൾ എഴുതിയിട്ട് ഈ നിയമങ്ങൾ വിവരിക്കുന്നത് ഒരു വരി പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു വരി പോലും മനസ്സിലാവില്ല. അത്രയും കഠിനമാണ്, അത്രയും ഗഹനമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, പൂർവികരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അത് ഭാരതീയർക്ക് ലോകത്തിലുള്ള ഇന്നത്തെ ജനതയ്ക്ക് എത്രയുണ്ടായിരുന്നോ അതിനേക്കാൾ 10-500 മടങ്ങ് ഇരട്ടിയായിരുന്നു. 500 മടങ്ങുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയാം? അന്ന് എഴുതിയത് ഇന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ കമന്ററി വേറെ ആരെങ്കിലും എഴുതി തരണം, നല്ല സ്കോളർ എഴുതി തരണം. അതുകൊണ്ടാണ് ഭാരതീയര് അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകുമെന്ന് യേശുദാസ് പാടിയ മാതിരി പുറകിലേക്ക് പോയാലാ നമുക്ക് അറിവ് കൂടുതൽ കിട്ടുക. മുമ്പോട്ട് പോയാൽ അറിവ് കൂടുതൽ കിട്ടുന്നത് മോഡേൺ സബ്ജക്റ്റിനാ. ഇപ്പൊ കെമിസ്ട്രി പഠിക്കണം എന്നുള്ള ആൾക്ക് പുറകോട്ട് പോയാൽ 1947 കെമിസ്ട്രി അല്ല 2012 കെമിസ്ട്രി. അപ്പൊ മുമ്പോട്ട് പോകണം. 2015 കെമിസ്ട്രി മാറും. പക്ഷെ ഭാഷാശാസ്ത്രത്തിൽ മുമ്പോട്ട് പോയാലല്ല കിട്ടുക, പുറകോട്ട് പോയാലാ കിട്ടുക. അതേപോലെ നമ്മുടെ വേദമന്ത്രങ്ങളിലെ ആത്മീയത, ഭാരതീയമായ ആത്മീയതയിലേക്ക് മുമ്പോട്ട് പോയാലല്ല കിട്ടുക, പുറകോട്ട് പോയാലാ കിട്ടുക. പുറകോട്ട് പോയാലാ ഉപനിഷത്തുക്കളുള്ളത്, പുറകോട്ട് പോയാലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മുടെ മന്ത്രത്തിലെ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്.
ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽഭവം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ. പണ്ടേ കണക്കെ വരുവാൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? പണ്ട് എത്ര ഗഹനമായിട്ടുള്ള അറിവ് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നോ അതിന്റെ 10 കോടിയിലൊരംശം ഇന്നില്ല. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. 42 വർഷം അതിഗഹനമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. സാധാരണ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചത് 7ാം ക്ലാസ് മുതൽക്കാണെന്ന് പറയാം. 4ാം ക്ലാസ്സിൽ എന്റെ പൂണൂലിടൽ യജ്ഞോപവീതം കഴിഞ്ഞതിന് ശേഷം കുറെ പഠിക്കാൻ തുടങ്ങി. ഇതൊന്നും എന്റെ ഓട്ടോബയോഗ്രഫി നിങ്ങളോട് പറയല്ല. എത്ര പഠിച്ചാലും തീരാത്ത അനന്തമായ 4 വേദവും 6 വേദാംഗവും പഠിച്ചു എന്നുള്ള കാരണത്തിലാണ് രാവണന് 10 തലയുണ്ടെന്ന് പറയുന്നത്. 10 തല ഈ ലോകത്തിൽ ആർക്കുമില്ല. രാവണന് 10 തലയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കട്ടിലിൽ എങ്ങനെ കിടക്കാം? 10 തലയുടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ. ഒരു വേദം പഠിക്കാൻ ഉറപ്പാണ് 1 തല വേണം. അപ്പൊ 4 വേദം പഠിക്കാൻ 4 തല അല്ലെങ്കിൽ 4 തലയുടെ കപ്പാസിറ്റി. 6 വേദാംഗങ്ങൾ പഠിക്കാൻ 6 തലയുടെ കപ്പാസിറ്റി വേണം. അപ്പൊ 4 + 6 10 തല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മൾ കഥയിൽ നിന്ന് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അബദ്ധം പറ്റാറുണ്ട്. തിരിച്ച് വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വേദങ്ങൾ പഠിച്ചു, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ചു, ആരണ്യകങ്ങളെ കുറിച്ച് പഠിച്ചു, കുറെയൊക്കെ ഉപനിഷത്തുക്കളെ കുറിച്ച് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 108 ഉണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വളരെ അത്യാവശ്യമാണ്. ശിക്ഷാഗ്രന്ഥങ്ങള്, നിരുക്ത ഗ്രന്ഥങ്ങള്, വ്യാകരണ ഗ്രന്ഥങ്ങള്, ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇത്രയും നമ്മൾ നോക്കി. ഇനി നാളെ നമുക്ക് അതിഗഹനമായിട്ടുള്ള കൽപ്പശാസ്ത്രം, അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. കുറേ നമുക്കറിയാനുണ്ട്. അപ്പൊ നമ്മളിന്ന് ഛന്ദശാസ്ത്രത്തിൽ വന്ന് നിൽക്കുന്നു. അത് കവിതാ നിയമങ്ങളാണ്. എഴുതാനുള്ള വൃത്ത നിയമങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. 2300-2400 വർഷങ്ങൾക്ക് മുമ്പ് പിംഗളാചാര്യൻ എഴുതിയ ഛന്ദശാസ്ത്രമാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം. മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ വേണം.